ഹായ്, ഞാനിന്ന് എനിക്ക് വായിച്ചിട്ട് ഒരുപാട് പേര് വായിക്കണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് വൺ ഷീല ടോമിയുടെ വല്ലി. വളരെ നല്ലൊരു വായനാനുഭവം തന്ന ബുക്കാണ് എനിക്കിത്. ഒരുപാട് പേര് ഇനിയും വായിക്കണമെന്ന് തോന്നിയ ഒരു ബുക്കാണ് വല്ലി. നെക്സ്റ്റ് വൺ ഈസ് കോന്തല. നമ്മുടെ കൽപ്പറ്റ നാരായണൻ സാറിൻ്റെ ബുക്കാണ്. എനിക്ക് ഇതും വയനാടിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു വളരെ ചെറിയൊരു ബുക്കാണ്. ഒരുപാട് പതിപ്പുകൾ ഇറങ്ങി ഒരുപാട് പേര് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ബുക്കുകളാണ്. നെക്സ്റ്റ് വന്ന് സാറാ ജോസഫിൻ്റെ മാറ്റാത്തി. എനിക്ക് സാറാ ജോസഫിൻ്റെ എഴുത്തുകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് സാറാ ജോസഫ്. പുള്ളിക്കാരുടെ ഈ മാറ്റാത്തി എനിക്ക് അധികം ആരും പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല ഈ ബുക്കിനെ കുറിച്ച്. എനിക്ക് ഈ എഴുത്തുകാരിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വാങ്ങി വായിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണിത്. മനോഹരമായ ഒരു ബുക്കാണ്. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ. ഇതും ഒരുപാട് വായനക്കാരെ അർഹിക്കുന്ന ഒരു ബുക്കാണ്. 7ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മരിയ വെറും മരിയ. എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബുക്കാണ് സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ. ഞാനിപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് സന്ധ്യ മേരിയുടെ ബാക്കിയുള്ള ബുക്കുകളൊന്നും ഇതാണ് ആദ്യമായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി ബാക്കി വായിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കിനി നാട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ സന്ധ്യ മേരിയുടെ ബാക്കി എഴുത്തുകൾ വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 3ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മരിയ വെറും മരിയ ഒരുപാട് വായനകൾ അർഹിക്കുന്ന ഒരു ബുക്കാണ്. നെക്സ്റ്റ് വണ് ജയമോഹൻ്റെ ആന ഡോക്ടർ. നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എനിക്ക് 1-2 കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നൊരു ബുക്കാണ് ജയമോഹൻ്റെ ആന ഡോക്ടർ. നെക്സ്റ്റ് ഈസ് മരണക്കൂട്ട്. മരണക്കൂട്ട് എന്ന് പറയുന്നത് ഇത് നിയാസ് കരീമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ വിനൂപിൻ്റെ ജീവിതകഥയാണ്. അദ്ദേഹം കടന്നു പോകുന്ന ജീവിതകഥയാണ്. വല്ലാത്തൊരു വായനാനുഭവം തന്ന ഒരു ബുക്കാണ് മരണക്കൂട്ട്. തുടക്കക്കാർക്ക് പോലും വായിച്ചാൽ മടുപ്പ് തോന്നാതെ വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്നൊരു രീതിയിലുള്ള എഴുത്താണ് മരണക്കൂട്ട്. നെക്സ്റ്റ് ഈസ് ബുധിനി. ബുധിനിയും സാറാ ജോസഫിൻ്റെ ബുക്കാണ്. ബുധിനിയുടെ കഥയാണ് ബുധിനി എന്ന ബുക്ക് പറയുന്നത്. ഒരുപാട് പേര് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ബുക്കാണ് ബുധിനി. താങ്ക് യു.